സീക്രട്ട് വാർസ് കോമിക് സീരീസിന്റെ ഇഷ്യൂ 2-ലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ കോമിക്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. മറക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് തന്നെ അവ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്യൂ 2 ആരംഭിക്കുന്നത് ഒരു പ്രോലോഗിൽ നിന്നുമാണ്. മൾട്ടിവേഴ്സിന്റെ മറ്റൊരു കോണിൽ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും ശക്തമേറിയ ആയുധങ്ങളിൽ ഒന്നായിട്ടുള്ള മിയോൾനിർ ഇരിക്കുന്നു. അതെടുത്തുയർത്തി തന്റെ വൃത്തിനെ തെളിയിക്കുവാനായി ഒരു യങ് വാരിയറും അങ്ങോട്ട് വരുന്നു. അപ്പോൾ വെളിയിൽ നിന്ന് മറ്റൊരു ശബ്ദം, നീ വൃത്തിയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഹാമർ നിന്നെ തെരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു യങ് വാരിയർ തന്റെ മനസ്സിലുള്ള എല്ലാ ധൈര്യവും സംഭരിച്ച് ആ ഒരു മിയോൾനിർ എടുത്തുയർത്തുന്നതോടുകൂടി തന്നെ അവന്റെ ഉള്ളിലേക്ക് തോറിന്റെ ശക്തികൾ വന്നെത്തുകയാണ്. അതെ, അതൊരു യങ് തോർ തന്നെയായിരുന്നു. മാത്രമല്ല ഇത്ര നേരം യങ് തോറിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓൾഡ് കിങ് തോറും. അവർ ഇരുവരും മാത്രമല്ല തോറായിട്ടുണ്ടായിരുന്നത്, അവരെ പോലെ തന്നെ തന്റെ വെർത്തിനെസ് തെളിയിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പേർ. ഓരോരുത്തരുടെ കയ്യിലും പവർഫുൾ ആയിട്ടുള്ള മിയോൾനിർസും ഉണ്ട്. നമ്മളാണ് തോർ, നമ്മൾ നിലനിൽക്കുന്നത് ജസ്റ്റിസിന് വേണ്ടിയാണ് എന്നവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. തുടർന്ന് ഓൾഡ് കിങ് തോർ യങ് തോറിനെ വിളിച്ചുകൊണ്ട്, നാം നമ്മുടെ ദൈവത്തിന്റെ സേവകരാണ്, നമ്മെ നിർമ്മിച്ച ഈ മൾട്ടിവേഴ്സ് തന്നെ നിർമ്മിച്ച ദൈവത്തിന്റെ സേവകർ. അദ്ദേഹം നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻപിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഓൾഡ് കിങ് തോറും പിന്നാലെ വന്നിട്ടുള്ള മറ്റെല്ലാ തോർ വേർഷൻസും അവിടെ മുട്ടുകുത്തുന്നു. തുടർന്ന് അവർ കുമ്പിടുന്ന ദൈവത്തെ കാണിക്കുന്നു. അത് മറ്റാരുമല്ല, ഗോഡ് എംപയർ ഡൂം. ആദിയിൽ ഇവിടെയാകെ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടായി, പിന്നാലെ സർവവും ഉണ്ടായി. എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഒരേ ഒരാൾ, ഗോഡ് എംപയർ ഡൂം. നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ എന്നിങ്ങനെ ഡോക്ടർ ഡൂമിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തോർ യങ് തോറിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്ന് ഈ ഒരു സീൻ ഇവിടെ കട്ടാകുകയും തുടർന്ന് ഗോഡ് എംപയർ ഡൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാറ്റിൽ വേൾഡിലെ കിങ്ഡം ഓഫ് ഫുട്ടോപോളിസ് കാണിക്കുന്നു. അവിടെ ഉണ്ടായ വളരെ വലിയൊരു ഭൂകമ്പം മൂലം അത്രയും നാൾ ഭൂമിക്കടിയിലായിരുന്ന ഒരു വസ്തു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നു. അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മിനിസ്റ്റർ പവർ എന്നൊരു ക്യാരക്ടറും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അവിടെ പൊങ്ങി വന്നിരിക്കുന്നത് ഒരു സാധാരണ വസ്തുവല്ല, മറിച്ച് ഒരു സ്പേസ് ഷിപ്പ് തന്നെയായിരുന്നു. അവർ ഇന്നേ വരെ കേട്ട് കേൾവി പോലും ഇല്ലാഞ്ഞ ഒരു സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പ്. അവരുടെ ടെക്നോളജിക്കും കാലത്തിനും എന്തിന് ആ ഒരു യൂണിവേഴ്സിന് തന്നെ മുമ്പേ ക്രിയേറ്റ് ആയിട്ടുള്ള സ്പേസ് ഷിപ്പ്. അതെ, അത് മിസ്റ്റർ ഫാന്റാസ്റ്റിക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈഫ് റാഫ്റ്റ് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിസ്റ്റർ സിനിസ്റ്റർ റൂൾ ചെയ്യുന്ന ബാർ സിനിസ്റ്റർ എംപയറിലേക്കാണ്. അവിടേക്ക് എത്തുന്ന ഓൾഡ് കിങ് തോറും യങ് തോറും ചേർന്നുകൊണ്ട് മിസ്റ്റർ സിനിസ്റ്ററിന്റെ അടുത്തേക്ക് വരികയും തുടർന്ന് ഓൾഡ് കിങ് തോർ മിസ്റ്റർ സിനിസ്റ്ററിനോടായി, നിങ്ങൾക്കെതിരായി ഒരു പരാതി ലഭിച്ചിരിക്കുകയാണെന്നും അതിന്റെ കുറ്റവിചാരണയ്ക്കായി നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരണമെന്നും, വരുന്നില്ല എങ്കിൽ താങ്കളുടെ തലയുമായി എത്തുവാനാണ് ദൈവം കൽപ്പിച്ചതെന്നും പറയുന്നു. അതിന് മറുപടി ഒന്നാണ് സിനിസ്റ്റർ, ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാനും ഭയമില്ല. എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ തന്നെ തോർ തന്റെ ഹാമർ ആയിട്ടുള്ള മിയോൾനിർ എടുത്തുയർത്തി ബൈഫോഴ്സിനെ ആക്സസ് ചെയ്ത് വലിയൊരു തണ്ടോടുകൂടി തന്നെ അവർ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ദൈവത്തിന്റെ കൊട്ടാരമാണ്, ദ ഡൂം കാസിൽ. അതിന് കാവലായി നിൽക്കുന്നത് ഹെൽഫയറിനാൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിവേഴ്സൽ വേൾഡ് ഈറ്റർ ഗലാക്ടസും. കാസിലിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വേൾഡ് ട്രീയാൽ നിർമ്മിതമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, ഗോഡ് എംപയർ ഡൂം. തൊട്ടടുത്തായി റീഡ് റിച്ചാർഡ്സിന്റെ വൈഫായിട്ടുള്ള സൂസൻ സ്റ്റോമും ഡോക്ടർ സ്ട്രേഞ്ചും ഉണ്ട്. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ ഗോഡ് എംപയർ ഡൂമിന്റെ ഷെരീഫ് ഓഫ് അഗമോട്ടോയും സൂസൻ സ്റ്റോം ഗോഡ് എംപയർ ഡൂമിന്റെ വൈഫുമാണ്. മാത്രമല്ല റീഡ് റിച്ചാർഡ്സിന്റെ മക്കൾ തന്നെയാണ് ഇവിടെ ഡോക്ടർ ഡൂമിന്റെ മക്കളായി കാണിക്കുന്നതും. തുടർന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്ന സിനിസ്റ്റർ, ഹൈപ്പീരിയൻ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഈ ഒരു ബാറ്റിൽ വേൾഡിലെ ഷെരീഫ് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഗോഡ് എംപയർ ഡൂം 41 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ബാറ്റിൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ 41 ഇടങ്ങളിലെയും രാജാക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതും അവയെപ്പറ്റി വാദിക്കുന്നതും ബാറ്റിൽ വേൾഡിന്റെ ഷെരീഫ് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ചും അന്തിമ തീരുമാനം എടുക്കുന്നത് ഗോഡ് എംപയർ ഡൂമും തന്നെയാണ്. സിനിസ്റ്ററും ഹൈപ്പീരിയനും ചേർന്നുകൊണ്ട് ബാരൻ ബർഡോക്ക് അഥവാ ക്യാപ്റ്റൻ ബ്രിട്ടന്റെ കിങ്ഡത്തെ ആക്രമിക്കാൻ വരുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ ഒരു വിചാരണ ഇവിടെ നടക്കുന്നത്. വാദിപ്രതിവാദങ്ങൾക്ക് ശേഷം ഒടുവിൽ സിനിസ്റ്റർ തന്നെയാണ് കുറ്റക്കാരെന്ന് ഷെരീഫ് കണ്ടെത്തുന്നു. എന്നാൽ സിനിസ്റ്റർ ഇത് രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് എന്നതുകൊണ്ട് തന്നെ ഒരു 1-on-1 ഫൈറ്റിനായി ബാരോൺ ബർഡോക്കിന് അനിയനായിട്ടുള്ള ബ്രെയിൻ ബർഡോക്കിനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ റൂളർ ആയിട്ടുള്ള ബാരൻ ഇത് സമ്മതിക്കുന്നില്ല എങ്കിൽ തന്നെ ബ്രെയിൻ ഓൾറെഡി ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഷെരീഫ് സ്ട്രേഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയും സിനിസ്റ്റർ തന്റെ മാജിക്കൽ മ്യൂട്ടന്റ് എബിലിറ്റി മൂലം ക്യാപ്റ്റൻ ബ്രിട്ടനെ തോൽപ്പിച്ചുകൊണ്ട് കൊല്ലാൻ വരുന്നെങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ ഗോഡ് എംപയർ ഡൂം അതിൽ ഇടപെടുന്നു. തുടർന്ന് ഡൂം, ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്കറിയാം. ട്രയൽ ബൈ കോമ്പാറ്റിലൂടെ ഇപ്പോൾ സിനിസ്റ്റർ ജയിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ബ്രിട്ടന്റെ റോയൽ ഫാമിലിയിലുള്ള എന്റെ ആൾക്കാരെ പബ്ലിക്കായി തന്നെ കൊന്നുകളയുവാൻ ഓർഡർ ഇടാൻ വരുന്നുവെങ്കിൽ തന്നെ സൂസൻ സ്റ്റോം ഇടപെട്ടുകൊണ്ട് അവരോട് കരുണ കാണിക്കുവാൻ പറയുന്നു. തുടർന്ന് മനസ്സ് ശാന്തമായ ഗോഡ് എംപയർ ഡൂം, ശരി
തോൽവി അടഞ്ഞത് ബ്രെയിൻ ആണെങ്കിൽ തന്നെയും തോറ്റത് ആ ഒരു രാജ്യത്തിന്റെ രാജാവാണ്. അതുകൊണ്ട് ബ്രാഡനെ ഷീൽഡിലേക്ക് അയക്കുവാനും ബ്രെയിനെ അവരുടെ കിങ്ഡത്തിന്റെ പുതിയ റൂളറായി തിരഞ്ഞെടുക്കുവാനും ഗോഡ് എംപയർ ഡൂം ആജ്ഞാപിക്കുകയാണ്. തുടർന്ന് ക്യാപ്റ്റൻ ബ്രിട്ടനുമായി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഓൾഡ് കിങ് തോറും യങ് തോറും. അതോടുകൂടി ഈ ഒരു സീൻ ഇവിടെ അവസാനിക്കുകയും നെക്സ്റ്റ് സീനിൽ ക്യാപ്റ്റൻ ബ്രിട്ടനുമായി ദ ഷീൽഡിൽ എത്തുന്ന തോർ കോപ്സിനെ കാണിക്കുന്നു. ചൈന വൻമതിലിനോട് സിമിലർ ആയിട്ടുള്ള ദ ഷീൽഡ് വാളിനപ്പുറം മരണമാണ്. തുടർന്ന് തന്റെ ആയുധങ്ങളെല്ലാം തയ്യാറാക്കുന്ന ക്യാപ്റ്റൻ ബ്രിട്ടനോടായി ഓൾഡ് കിങ് തോർ ചോദിക്കുന്നു, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല എന്ന് മറുപടിയായി ക്യാപ്റ്റൻ ബ്രിട്ടൻ പറയുകയും തുടർന്ന് ഷീൽഡിന് അപ്പുറത്തേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു. താഴേക്ക് എത്തുന്ന ബ്രിട്ടൻ തന്റെ മാജിക്കൽ സോഡ് ഉയർത്തുന്നു എങ്കിൽ തന്നെയും തനിക്കെതിരെ ആദ്യമായി വരുന്ന വെനത്തെയാണ് ബ്രിട്ടൻ കാണുന്നത്. തന്റെ മാജിക്കൽ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വെട്ടിൽ തന്നെ വെനത്തെ രണ്ടായി സ്പ്ലിറ്റ് ആക്കുന്നു എങ്കിൽ തന്നെ തൊട്ടുപുറകെയായി ലക്ഷക്കണക്കിന് മാർവൽ സോംബീസ് ആണ് വരുന്നത്. അവയ്ക്ക് പിന്നിലായി അനൈലേറ്റേഴ്സിന്റെ വളരെ വലിയൊരു സൈന്യം, അതിനുശേഷമായി ഡാമേജ്ഡ് ആയിട്ടുള്ള അൾട്രോൺ റോബോട്ട്സിന്റെ വലിയൊരു കൂട്ടം. ടിക്കത്തിൽ ഷീൽഡിനപ്പുറം കിടക്കുന്ന ആരും തന്നെ അവിടെ നിന്നും സർവൈവ് ആയി തിരിച്ചു വരികയില്ല എന്ന് ഓൾഡ് കിങ് തോർ യങ് തോറിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പിന്നെയും ഡൂം കാസിൽ കാണിക്കുന്നു. അവിടെ ഷെരീഫ് ഓഫ് അഗമോട്ടോ ഡോക്ടർ സ്ട്രേഞ്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡൂമിന്റെ മകൾ വലേറിയനെ കാണിക്കുന്നു. തുടർന്ന് വലേറിയ ഷെരീഫിനോടായി കിങ്ഡം ഓഫ് ഉപ്ടോപ്പസിൽ നിന്നുമായി എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പിന്റെ ഭാഗം കണ്ടെത്തിയെന്ന് മിനിസ്റ്റർ പവറും അവരുടെ ടീമും എന്നെ അറിയിച്ചിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഡെവലപ്പ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ആ ഒരു ഷിപ്പ്. മാത്രമല്ല നമുക്കാർക്കും അജ്ഞാതമായിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് അതിന് പിന്നിലുള്ളതും. ഇത് കേൾക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഒന്ന് ഷോക്ക് ആകുമെങ്കിൽ തന്നെയും തുടർന്ന് വലേറിയോട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ടീമിനോട് അവിടെ നിന്നും റിട്രൈവ് ചെയ്യാൻ പറയുക, സയന്റിസ്റ്റുമായി എന്റെ ആൾക്കാരെ ഞാൻ വിട്ടുകൊള്ളാം എന്ന് ഡോക്ടർ സ്ട്രേഞ്ച് പറയുന്നതോടുകൂടി ഈ ഒരു സീനും ഇവിടെ കട്ടാകുകയും തുടർന്ന് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് ആ ഒരു സ്പേസ് ഷിപ്പിൽ ഉള്ളത് എന്ന് കണ്ടെത്തുവാൻ വരുന്ന കിങ് തോറിനെയും യങ് തോറിനെയും കാണിക്കുന്നു. ഈ ഒരു ഷിപ്പ് അനലൈസ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഓൾഡ് തോർ വളരെയധികം ഷോക്ക് ആയിക്കൊണ്ട് ദൈവമേ ഇത് അത് തന്നെയാണ്, എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലം പൂർണ്ണമായും ക്വാറന്റൈനിൽ കൊണ്ടുവരണമെന്നും ഷെരീഫിനെ വിവരം അറിയിച്ച് ബാക്കിയുള്ള തോർ കോപ്സിനെയും ഇവിടെ എത്തിക്കണമെന്നും പറയുന്നതിനിടയിൽ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന സയന്റിസ്റ്റ് അറിയാതെ തന്നെ അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഓൾഡ് കിങ് തോറും യങ് തോറും യുദ്ധത്തിന് തയ്യാറാകുന്നെങ്കിൽ തന്നെയും പെട്ടെന്നൊരു സ്പിയർ വന്ന് ഓൾഡ് കിങ് തോറിനെ നെഞ്ചി തുളച്ചു കയറുകയാണ്. മരണം എത്തിയിരിക്കുന്നു. ഈ കാര്യം വേഗം തന്നെ ഷെരീഫിനെ അറിയിക്കുവാനായി യങ് തോറിനോട് പറയുകയും യങ് തോർ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്ന ടൈമിൽ തന്നെ ഓൾഡ് കിങ് തോർ തന്റെ അവസാന ബാറ്റിലിന് വേണ്ടി റെഡിയാകുന്നു. എന്നാൽ മറ്റൊരു സ്പീറും കൂടി വന്ന് ഓൾഡ് കിങ് തോറിന്റെ തല തുളച്ചു കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്, അത് റിച്ചാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലൈഫ് റാഫ്റ്റ് അല്ല, മറിച്ച് അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ മേക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലൈഫ് റാഫ്റ്റ് ആയിരുന്നു എന്ന്. ഇന്നും ടീം കബാലിൽ ഉണ്ടായിരുന്ന പ്രോക്സിമ മിഡ്നൈറ്റ്, ടെറാക്സ്, ബ്ലാക്ക് സ്വാൻ, കോർവസ് ഗ്ലൈവ് എന്നിവരോടൊപ്പം തന്നെ അവരെ നിയന്ത്രിച്ചുകൊണ്ട് അവരുടെ ലീഡർ ആയിട്ടുള്ള താനോസ് എന്നിവരും ഇറങ്ങി വരുന്നു. അവസാനമായി ഷിപ്പിൽ നിന്നും മേക്കറും അവരോടൊപ്പം തന്നെ വരുന്നുമുണ്ട്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റിനെ എടുത്തുപോക്കി ഇത് ഏതാണ് സ്ഥലം കൃത്യമായി പറയൂ എന്ന് താനോസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡൂമിന്റെ വേൾഡിലാണ്, ഡൂം ക്രിയേറ്റ് ചെയ്ത വേൾഡിലാണ് എന്നിങ്ങനെ ആ ഒരു ക്രീച്ചർ പറയുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂവും ഇവിടെ അവസാനിക്കുന്നു. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സീക്രട്ട് വാർസ് കോമിക് സീരീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഇഷ്യൂസ് മാത്രമേ ഇത് അവസാനിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഇഷ്യൂസ് ബാക്കിയായിട്ടുണ്ട്. അവയെല്ലാം കാണുവാനായി മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.